ഈ പെൺകുട്ടികളും പെൺകുട്ടികളുടെ രക്ഷിതാക്കളും കന്യാസ്ത്രീകൾക്ക് അനുകൂലമാണ്. ആധാർ കാർഡ് വൈകിയാണെങ്കിലും ഹാജരാക്കിയപ്പോൾ എല്ലാവരും 18 വയസ്സ് പൂർത്തിയായവരാണ്. ചുരുക്കത്തില് 1-2 ദിവസം കൂടി കന്യാസ്ത്രീകൾ അകത്ത് കിടന്നാലും കുഴപ്പമില്ല. അതിലൂടെ 4 വോട്ട് കൂടുതൽ കിട്ടിയാല് സന്തോഷം. മാധ്യമങ്ങളിൽ വരുന്ന വീഡിയോകളെല്ലാം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും റെയിൽവേ സ്റ്റേഷനിൽ പ്രശ്നമുണ്ടാക്കുന്നു, പോലീസ് സ്റ്റേഷന് അകത്ത് കുറ്റം ആരോപിക്കപ്പെട്ടവരോട് കയർത്ത് സംസാരിക്കുന്നു. നമസ്കാരം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന സംഭവം. 2 കന്യാസ്ത്രീമാരും ഒരു പുരുഷനും അറസ്റ്റിലായി. അവരെ ഓഗസ്റ്റ് 8 വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അത് ഏത് വകുപ്പ് പ്രകാരമാണ് എന്നുകൂടി ഞാൻ പറയാം. 1968 കോൺഗ്രസ് കൊണ്ടുവന്ന നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിലെ വകുപ്പ് 4 പ്രകാരം. ഇനി അവരുടെ കൂടെ ഉണ്ടായിരുന്ന 3 പെൺകുട്ടികളെ സർക്കാർ സംവിധാനത്തിലുള്ള പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന കേന്ദ്രത്തിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇപ്പോ കേരളത്തിലും ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളിലും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്ന ഒരു സംഭവം. ഈ ഒരു വാർത്ത നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതില് അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സംഘപരിവാർ സംഘടനയായിട്ടുള്ള ബജ്രംഗ് ദളിനെ അനുകൂലിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം മാധ്യമങ്ങളിൽ വരുന്ന വീഡിയോകളെല്ലാം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും റെയിൽവേ സ്റ്റേഷനിൽ പ്രശ്നമുണ്ടാക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, പോലീസ് സ്റ്റേഷന് അകത്ത് കുറ്റം ആരോപിക്കപ്പെട്ടവരോട് കയർത്ത് സംസാരിക്കുന്നത് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരാണ്. ഇതൊന്നും നമുക്ക് അനുവദിക്കാൻ സാധിക്കാത്ത കാര്യം തന്നെയാണ്. കാരണം ഏത് സംസ്ഥാനമാണെങ്കിലും അവിടെ ഒരു നിയമമുണ്ട്, നിയമപാലകർ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടിയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി വീഡിയോയുടെ ടൈറ്റിലിൽ പറഞ്ഞ പോലെ ഇത് കൃത്യമായ ഒരു നാടകമാണ് എന്ന് ഞാൻ പറയാൻ അതിന്റെ കാരണം വ്യക്തമായിട്ട് ഞാൻ പറയാം. അതായത് പ്രശ്നം ആരംഭിക്കുമ്പോൾ 3 പെൺകുട്ടികളും ഒരു പുരുഷനും റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു. മാവോയിസ്റ്റ് ഭീഷണിയുള്ള ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിലും ആകെ ജനസംഖ്യയുടെ 78% ആദിവാസികളുള്ള സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള മതപരിവർത്തനം നടക്കുന്നു എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നതിനാലും ആര് ആ സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാലും പരിശോധനകൾക്ക് വിധേയരാകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. അതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ അവിടുത്തെ റെയിൽവേ പോലീസ് ഇവരോട് കാര്യങ്ങൾ തിരക്കി. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ കയ്യിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റോ യാത്രാ ടിക്കറ്റോ തിരിച്ചറിയൽ രേഖകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? റെയിൽവേ പോലീസ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു. പോലീസ് എത്തിയപ്പോൾ ഇതില് ഒരു പെൺകുട്ടി തന്റെ സമ്മതമില്ലാതെയാണ് തന്നെ കൊണ്ടുപോകുന്നത് എന്ന് പോലീസിനോട് വെളിപ്പെടുത്തി. പിന്നെ ഏത് പോലീസിലും വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നവരുണ്ടാവുമല്ലോ. അങ്ങനെ ബജ്രംഗ് ദൾ പ്രവർത്തകരും ഇത് അറിഞ്ഞ് അവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. പ്രശ്നങ്ങൾ വഷളായി. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പിന്നെ ബജ്രംഗ് ദൾ പ്രവർത്തകരെയും പറഞ്ഞിട്ട് കാര്യമില്ല. 78% ആദിവാസികളുള്ള സംസ്ഥാനത്ത് ഇത്രയും അധികം ക്രിസ്ത്യാനികൾ എങ്ങനെ വന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ബജ്രംഗ് ദൾ പ്രവർത്തകരെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിലെ രാഷ്ട്രീയ കളികളാണ്. സംഭവത്തെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചതിന് ശേഷം ഇപ്പോ ഞാൻ ആരോപിക്കുന്നു, 2 കന്യാസ്ത്രീകളെ ബലിയാടുകളാക്കി. സഭയിലെ ഉന്നതരുടെ സഹായത്തോടെ അപ്രതീക്ഷിതമായിട്ട് വീണ് കിട്ടിയ ഈ സംഭവത്തെ രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മുനമ്പത്തെ വഖഫ് വിഷയത്തില് സഭാവിശ്വാസികളിലെ ഭൂരിപക്ഷവും BJP-യോടൊപ്പമായിരുന്നു. എന്നാൽ സഭാ നേതൃത്വം എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാല് വരാപ്പുഴ അതിരൂപത കോൺഗ്രസിനൊപ്പമായിരുന്നു. അതായത് ഹൈബി ഈഡനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനെ കുറിച്ച് വിശ്വാസികൾക്കോ ബലിയാടാക്കപ്പെട്ട കന്യാസ്ത്രീകൾക്കോ അവരുടെ കുടുംബത്തിനോ പോലും അറിവുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തുന്ന സഭയിലെ ഉന്നതർ, അത് വൈദികർ തന്നെയായിരിക്കണം എന്നില്ല കേട്ടോ, ഏതൊക്കെയോ ഉന്നതർ ഇതിലൂടെ മുതലെടുപ്പിന് ശ്രമിക്കുന്നുണ്ട് എന്നത് 100% ഉറപ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിന് വ്യക്തമായിട്ടുള്ള തെളിവായിട്ട് ഞാൻ കരുതുന്നത് വെള്ളിയാഴ്ച നടന്ന അറസ്റ്റോടുകൂടി ശനിയാഴ്ച തന്നെ സഭയുടെ നിയമസഹായം നൽകുന്ന ടീം ഛത്തീസ്ഗഡിൽ എത്തി. മാത്രമല്ല ഈ പെൺകുട്ടികളുടെ രക്ഷിതാക്കളും കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തിയിട്ട് റെയിൽവേ പോലീസിന് കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള മൊഴിയും നൽകി. ചിലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടി അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കാം പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാ വൈദികരും ഒറ്റക്കെട്ടായിട്ട് ഒരു പെൺകുട്ടിയെ കൊണ്ട് പോലീസ് ഭീഷണിപ്പെടുത്തി ഇവർക്കെതിരെയായിട്ടുള്ള മൊഴി കൊടുപ്പിച്ചു എന്ന് പറയുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പെൺകുട്ടികളുടെ മാതാപിതാക്കള് കന്യാസ്ത്രീകൾക്ക് അനുകൂലമാണ്, പെൺകുട്ടികൾ കന്യാസ്ത്രീകൾക്ക് അനുകൂലമാണ്. ആധാർ കാർഡ് അത് വൈകിയാണെങ്കിലും ഹാജരാക്കിയപ്പോൾ എല്ലാവരും 18 വയസ്സ് പൂർത്തിയായവരുമാണ്. സഭാ നേതൃത്വം തന്നെ പറയുന്നു ശനിയാഴ്ച അവധി ആയിരുന്നതിനാല്
ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇന്ന്, അതായത് തിങ്കളാഴ്ച രാവിലെ തന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കും എന്ന് പറഞ്ഞവര് ഇന്ന് രാവിലെ പെട്ടെന്ന് 10 മണിയോടുകൂടി തീരുമാനമെടുക്കുന്നു ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കേണ്ടതില്ല എന്ന്. എതിരായിട്ട് മൊഴി കൊടുക്കാൻ ആരുമില്ലാത്ത സാഹചര്യത്തിലും ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ചിന്തിക്കേണ്ടതാണ്. പാർലമെന്റിലെ ഇരുസഭകളിലും ആർക്കൊക്കെയോ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാനുണ്ട്, പാർലമെന്റ് സ്തംഭിപ്പിക്കാനുണ്ട്, നാടകം കളിക്കാനുണ്ട്, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ രക്ഷകവേഷം കെട്ടാനുമുണ്ട്. അതാർക്കാണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ചുരുക്കത്തില് 1-2 ദിവസം കൂടി കന്യാസ്ത്രീകൾ അകത്ത് കിടന്നാലും കുഴപ്പമില്ല, അതിലൂടെ 4 വോട്ടുകൾ കൂടുതൽ കിട്ടിയാൽ സന്തോഷം എന്നുള്ള നിലപാട് യഥാർത്ഥത്തിൽ ആർക്കാണ്? അരിയാഹാരം കഴിക്കുന്നവര് സത്യം മനസ്സിലാക്കും, അത്രേ പറയാനുള്ളൂ.